ഓടിയിട്ടാണ് ഇവിടെ ഇപ്പോൾ എത്തിയത്. നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ മഗ്രിബ് മുതലോ അതിനു മുമ്പോ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് വലിയ വിഷമമായിരിക്കും എന്ന് എനിക്കറിയാം. ഏതായാലും ഒരു സൽക്കർമ്മത്തിന് വേണ്ടി കാത്തിരുന്നതും ഞാൻ ഓടിയതും നിങ്ങൾ സമയം ചെലവഴിച്ചതും പണം ചെലവഴിക്കുന്നതും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. മതസൗഹാർദ്ദത്തിന്റെയും മതമൈത്രിയുടെയും ഒരടയാളം എന്ന നിലക്ക് അന്യമതത്തിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരുടെ ചടങ്ങും ഇവിടെ നടക്കുന്നതായി അറിയാൻ കഴിഞ്ഞു. ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞാൽ വിവാഹം അതൊരു വലിയ പ്രധാനപ്പെട്ട ചടങ്ങാണ്. മൃഗങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ അതിന്റെ അമ്മ നോക്കുകയില്ല. അമ്മയും മകനും തമ്മിൽ ഭോഗിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു കുടുംബ ബന്ധമില്ല. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല, കുടുംബ ബന്ധമുണ്ട്. ആ ബന്ധം സ്ഥാപിക്കുന്നതിനു വേണ്ടിയാണ് ഇസ്ലാം വിവാഹം നിശ്ചയിച്ചിട്ടുള്ളത്. ഒരാൾ വിവാഹം കഴിക്കുന്നതോടുകൂടി അന്യ സ്ത്രീ അവന് അനുവദിക്കപ്പെട്ടു. ആ സ്ത്രീയിൽ ജനിക്കുന്ന കുട്ടി ആണായാലും പെണ്ണായാലും എന്റെ മകൻ മകൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വളർത്താനോ അവരെ പഠിപ്പിക്കാനോ വിവാഹം ചെയ്തു കൊടുക്കുക, വീട് നിർമ്മിച്ചു കൊടുക്കുക, രോഗം വന്നാൽ ചികിത്സിക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ഈ പിതാവും മാതാവും ശ്രദ്ധിക്കുകയും മക്കൾ അങ്ങോട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുന്ന അതിമഹത്തായ ഒരു സ്നേഹത്തിന്റെയും കുടുംബ ബന്ധത്തിന്റെയും കാരണം ഉണ്ടായത് ഈ നിക്കാഹ് കൊണ്ടാണ്. നിക്കാഹ് ഇല്ലാതെ വ്യഭിചാരത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഈ സ്ഥാനം ഒന്നും ഇല്ല. ഒരു വ്യക്തിക്ക് ഒരു കുട്ടി വ്യഭിചാരത്തിൽ ജനിച്ചാൽ ആ കുട്ടിയുടെ പിതാവ് അല്ല അവൻ. ആ കുട്ടിയും അവനുമായി പിതാവ് മകൾ എന്ന ബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങ്, നിക്കാഹ് എന്ന ചടങ്ങ്, അതുകൊണ്ടാണ് ഇസ്ലാമികമായി ബന്ധം സ്ഥാപിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. രണ്ടാമതായി, മുസ്ലിം സമുദായത്തിന്റെ വിവാഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സന്താനങ്ങൾ ഉൽപാദനം വേണം. കാരണം പരലോകത്ത് എന്റെ സമുദായമാണ് അധികമുള്ളത് എന്ന് അഭിമാനിക്കാനും പറയാനും അള്ളാഹു എനിക്ക് അധികാരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ എന്റെ മുഹിബ്ബീങ്ങളും എന്റെ മുത്തബീങ്ങളുമായ ആളുകളെ വർദ്ധിപ്പിക്കുക എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല മനുഷ്യനുണ്ടാവുക, നല്ല കുടുംബമുണ്ടാവുക, നല്ലവർ ജനിക്കുക, ഇതെല്ലാമാണ് വിവാഹത്തിന്റെ പ്രധാനമായ ലക്ഷ്യം. ഈ വിവാഹം കഴിവ് കുറഞ്ഞ സ്ത്രീകളെ, നമ്മുടെ നാട്ടിന്റെ പതിവനുസരിച്ച് സ്ത്രീകൾക്ക് സ്വർണവും ആഭരണങ്ങളെല്ലാം കെട്ടിച്ച് കൊടുക്കുന്ന ഒരു പതിവാണ് കേരളത്തിലുള്ളത്. അറബ് രാഷ്ട്രത്തിലൊക്കെ പോയാൽ നേരെ മറിച്ചാണ്. പുരുഷന്മാർ സ്ത്രീകൾക്ക് ആവശ്യമായ ആഭരണവും ആവശ്യമായ താമസവും സ്ഥലവും ആവശ്യമായ എല്ലാം പുരുഷന്മാർ സ്ത്രീകൾക്ക് ഇങ്ങോട്ട് കൊടുക്കണം. അതാണ് അറബ് രാഷ്ട്രത്തിലുള്ള പതിവ്. നമ്മുടെ നാട്ടിലുണ്ടായ ഈ പതിവ് മെല്ലെ മെല്ലെ നീക്കിയെടുക്കാൻ ആളുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് നടക്കാത്ത ഒരു സംഭവമായി മാറിയിരിക്കുന്നു. ഏതായാലും നിർബന്ധ സ്ത്രീധന സമ്പ്രദായം നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിർബന്ധ
സ്ത്രീധനം ഏതാണ്ട് ഇപ്പോൾ ഇല്ലാതെയായിരിക്കുന്നു. ഇതിനു മുമ്പൊക്കെ നിർബന്ധിച്ചുകൊണ്ട് കച്ചവടച്ചരക്ക് പോലെ സ്ത്രീധനം നിശ്ചയിക്കുന്ന സ്വഭാവം നാട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ അത് എടുക്കപ്പെട്ട് കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, അത് നല്ലത് തന്നെ. ഏതായാലും ഈ ചടങ്ങ് നല്ല ഒരു ചടങ്ങായി തീർന്നിട്ടുണ്ട്. ഇവിടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, എല്ലാ മതത്തിലുംപ്പെട്ട ആളുകൾ അടക്കം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. मलयालम नहीं जानता है, वो उर्दू बात करने वाला भी है और अदर स्टेट से आने वाला भी है. अल्हम्दुलिल्लाह सबसे गुजारिश ये है कि हमारी मुल्क हिंद में आपस में झगड़ा न होने के लिए कोशिश करना चाहिए. अपने अपने मजहब वाला, अपने अपने दीन वाला अपने दीन को रखकर आपस में मोहब्बत के साथ रखना चाहिए, रहना चाहिए. लकुम दीनुकुम वलिय दीन. മെല്ലെ 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 ഇങ്ങനെ ഓരോ നിയമങ്ങളും മെല്ലെ എടുത്തു കളഞ്ഞിട്ട് കോമൺ സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള ആസൂത്രിതമായ പദ്ധതികളൊക്കെ പല ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. തീർച്ചയായും ഇവിടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുള്ള ആ നിയമം മാത്രമേ നടക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അതിനെല്ലാം ജനങ്ങൾ ഒന്നായി നിൽക്കണം. നമ്മുടെ നാട്ടിൽ നോക്ക്, ഒരു ഹിന്ദു, ഒരു മുസ്ലിം, ഒരു ക്രിസ്ത്യാനി, അത് തന്നെ ഹിന്ദുവിൽ വിവിധ ഭാഗങ്ങളിൽപ്പെട്ടവരുണ്ടാവും. ഹിന്ദുക്കളിൽ 200-ലധികം മതക്കാരുണ്ട് ഹിന്ദുവിൽ തന്നെ. അപ്പോൾ അതിൽ ഒന്ന് ഇത്, ഒന്ന് മറ്റൊന്ന് ഇങ്ങനെ ഉണ്ടാവും. അതിലൊന്നും ഒരു തടസ്സവുമില്ലാത്ത വിധത്തിൽ ജീവിച്ചു പോരുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. പ്രത്യേകിച്ച് നമ്മുടെ കേരള നാട് മത സൗഹാർദ്ദത്തിൽ പേരുകേട്ട നാടാണ്. അതിപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പേടി തോന്നുകയാണ്. അതുകൊണ്ട് അതില്ലാതെ ആവാൻ ഒരിക്കലും അനുവദിച്ചുകൂടാ. നമ്മുടെ നാട്ടിലുള്ള മതസൗഹാർദ്ദവും മതമൈത്രിയും എല്ലാം നിലനിൽക്കാൻ വേണ്ടി എല്ലാ ജാതി മതത്തിൽപ്പെട്ടവരും അങ്ങേയറ്റം പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾ നിർത്തുന്നു. എന്റെ പോകേണ്ട വണ്ടി കുറച്ച് ലേറ്റായതുകൊണ്ട് ഇപ്പൊ പോയാൽ കിട്ടും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമുക്ക് ഖൈർ ചെയ്യട്ടെ. ഈ നിക്കാഹ് അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അവർക്ക് നല്ല സാലിഹീങ്ങളായ സന്താനങ്ങളെ അല്ലാഹു നൽകട്ടെ. അവരുടെ എല്ലാവിധ ഐശ്വര്യവും അല്ലാഹു അവർക്ക് നൽകട്ടെ. ആമീൻ. മുനിസിപ്പൽ ചേംബർ ചെയർമാനാണ്. അടുത്തതായി നമ്മുടെ മൂന്നാമത്തെ വരൻ രഞ്ജിത്ത്.
ഉസ്താദിന്റെ വണ്ടിക്ക് കടന്നു പോകാനുള്ള